ഈ ബീഹാർ വോട്ടർ പട്ടിക സംബന്ധിച്ച് അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയ 65 ലക്ഷം പേരുടെ വിവരങ്ങൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് കുടിയേറ്റം അല്ലെങ്കിൽ ഇരട്ട രജിസ്ട്രേഷൻ എന്നിവ മൂലമോ അവരുടെ ഇല്ലാതാക്കലിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കാനും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് ബോഡിയോട് നിർദ്ദേശിച്ചതിന് ശേഷമാണ് ഈ പുരോഗതി. അപ്പോൾ SIR പ്രക്രിയയിൽ വോട്ടെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത 65 ലക്ഷം വോട്ടർമാരുടെ ബൂത്ത് തിരിച്ചുള്ള പട്ടിക പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചതായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്തായിട്ടുണ്ട്? സുപ്രീം കോടതി ഡയറക്ഷൻ കൃത്യമായിട്ട് സുപ്രീം കോടതി ഡയറക്റ്റ് ചെയ്ത് 65 ലക്ഷം പേരെ ഒഴിവാക്കിയ നടപടിയിൽ ആ 65 ലക്ഷം പേരുടെ പേര് വെളിപ്പെടുത്തണം എന്നുള്ളതാണ്, ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ വോട്ടർ പട്ടികയിലുണ്ട്. ആ വോട്ടർ പട്ടികയിലുണ്ട് എന്നും ആധാർ കാർഡ് ഉണ്ട്, വോട്ടേഴ്സ് ID ഉണ്ട്, നമ്മുടെ പാൻ കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഈ വോട്ടർ പട്ടികയിലുണ്ട് എന്നുള്ളതാണ്. അപ്പം നാളെ ഒരു ദിവസം 65 ലക്ഷം പേരെ ഒഴിവാക്കി, അതിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാതെ എൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ രേഖകൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ആളുകൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ആ വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 65 ലക്ഷം പേരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും അവർക്ക് മതിയായ രേഖകൾ ഹാജരാക്കാനായിട്ടുള്ള അവസരം നൽകാനുമാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. അങ്ങനെ മതിയായ രേഖയിൽ ആധാർ കാർഡ് പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് കണക്കാക്കണം എന്ന് പറയുന്നത് ഈ ആളുകളെ നിഷ്കരണം ഒഴിവാക്കിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടും അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടും സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും, ഞാൻ ഇലക്ഷൻ കമ്മീഷനും സർക്കാരെന്ന് പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, ഭരണഘടനാപരമായിട്ടുള്ളൊരു ബോഡിയാണ് എന്നുള്ള നമ്മുടെ ചിന്ത പരിപൂർണമായി മാറിക്കഴിഞ്ഞിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബോഡിയായിട്ട് മാറി എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഒരു തരത്തിലാണ് ഇപ്പോൾ ഹരിയാനയിലെ വോട്ടേഴ്സ് ഈ EVM ഇന്നലെ സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയായിരുന്നു. EVM രണ്ടാമത് സുപ്രീം കോടതി എണ്ണി. സുപ്രീം കോടതി അങ്ങനെ എണ്ണുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജയിച്ച ആൾ തോൽക്കുകയും തോറ്റ ആൾ ജയിക്കുകയും ചെയ്യുന്ന സാർപഞ്ച് എന്ന് പറഞ്ഞ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം സത്യത്തിൽ നിഷ്പക്ഷമായും ഫെയറായും ട്രാൻസ്പെറൻ്റായും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഇൻഡിപെൻഡൻസിൽ നമ്മൾ ഇത്രയധികം പൈസ ചെലവഴിച്ച് ഈ ഇലക്ഷൻ കമ്മീഷനെ നിലനിർത്തുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ ബയാസ്ഡായും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം ഇല്ലാതായി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 2024 മുന്നേ ഒരു NGO ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 394 ലോക്സഭാ മണ്ഡലങ്ങളിൽ അന്ന് എണ്ണിയ വോട്ടുകളും ചെയ്ത വോട്ടുകളും തമ്മിൽ ഡിഫറൻസ് വന്നു. നമുക്ക് ചെയ്ത വോട്ടുകൾ തന്നെയല്ലേ എണ്ണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സുപ്രീം കോടതിയിൽ അവർ പെറ്റീഷൻ ഫയൽ ചെയ്ത് സുപ്രീം കോടതി അതിൽ നോട്ടീസ് അയച്ച് കൃത്യമായി അതിൻ്റെ പറയും. അപ്പം നമ്മൾ ഈ NGOസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫോളോ അപ്പ് ചെയ്യില്ല. അവർക്ക് പൊളിറ്റിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു പല ആളുകളായിരിക്കും മാറി മാറി NGOസിലൊക്കെ വരുന്നത്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അന്ന് പക്ഷേ നമ്മൾ എന്തുകൊണ്ട് കോൺഗ്രസ് അത്തരം ആ വിഷയം ഏറ്റെടുത്തില്ല എന്നുള്ളത് പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്താൽ അസ്ഥിരമായി പോകും സർക്കാർ അസ്ഥിരമായി പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു അടിയന്തരാവസ്ഥയിലേക്കോ, അങ്ങനെ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അടിയന്തരാവസ്ഥ, ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയല്ലായിരിക്കില്ല BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥ. പൂർണ്ണമായും ഒരു യൂണിറ്ററി സ്റ്റേറ്റിലേക്കും പിന്നെ തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാകുന്ന നിലയിലേക്കും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിലെ ഈ 65 ലക്ഷം വോട്ടർമാരുടെ പുറത്താകലും അതിനെതിരായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഒരു വോട്ട് ഒരാൾക്ക് എന്നുള്ള ക്യാമ്പയിനും യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്കിലെയും ഫോളോവേഴ്സ് ഒരൊറ്റ ദിവസം കൊണ്ട് 3 ലക്ഷം ആളായിട്ട് മാറി. ഞാൻ ചെറുപ്പക്കാർ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്ക് പഴയ രാഹുൽ ഗാന്ധിയെ അല്ല കാണാൻ കഴിയുന്നത് നിശ്ചയദാർഢ്യത്തിലൂടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സവർക്കറെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അഭിഭാഷകൻ
അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പറഞ്ഞ ഒരു പെറ്റീഷൻ കൊടുത്തല്ലോ. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ വെച്ചാൽ അത് ഒരു വീരത്വമാണ് എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് പിൻവലിച്ചത്. കാരണം അങ്ങനെ എന്നെ കൊല്ലാൻ വരും എന്ന് കരുതി പേടിച്ച് പ്രൊട്ടക്ഷനോട് നടക്കേണ്ട കാര്യം എനിക്കില്ല. ഈ പ്രൊട്ടക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ യഥാർത്ഥ അനുഭവം എന്താ? അമ്മൂമ്മയെ ഈ പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന ആളുകളാണ് കൊന്നുകളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള അതുപോലെ തന്നെ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നതായിട്ടുള്ള ഇതും അല്ല, ഇതിവിടെ നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ ഒരു എലിഗേഷനായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് LDFന്റെ കമ്മിറ്റി പറഞ്ഞു ഒരു വീടില്ലാത്ത ആളുകൾക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ വരും. അത് തെറ്റാണ്. കാരണം നമ്മുടെ ഇവിടെ താമസിക്കാത്ത ഒരു വീട് പോലും ഇല്ലാത്ത, കാരണം ഇപ്പം നമ്മൾ ഈ കോർപ്പറേഷനിലൊക്കെ ടെമ്പററി വീടുള്ള ആളുകൾക്ക് ടെമ്പററി നമ്പർ കൊടുക്കും. ഒരു വീടുമില്ലാത്ത ആൾക്കാരെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിച്ച കാര്യം എന്താണ്? ആരോപിച്ചത് ഒരു ബാംഗ്ലൂരിൽ ഒരു വോട്ടർ പട്ടികയിൽ ഒരുപാട് ആളുകൾ അച്ഛൻ്റെ പേര് എൻ്റെ സ്ഥലത്ത് ABC, അച്ഛൻ ഇല്ലാതിരിക്കില്ലല്ലോ. അച്ഛൻ ഇപ്പോൾ 1-2 ആളുകൾക്കൊക്കെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരുണ്ടാവും. ഈ വീട് നമ്പർ ഇല്ലെങ്കിലും ഒരു ടെമ്പററി നമ്പറെങ്കിലും ഇല്ലാതെ 0 എന്ന് ഇപ്പം നമ്മൾ കൊണ്ടുപോയി, ഞാനോ നിങ്ങളോ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് മാറ്റാൻ വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും കൊടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ ഇതൊന്നും അംഗീകരിക്കില്ല. പക്ഷെ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തതാണ് എന്നത് നമ്മൾക്ക് മൊത്തമായി ഇന്ത്യയിൽ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ ആ തെളിവ് നിരത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്നലെ ഹരിയാന സർപഞ്ച് നിയോജക മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി അത് സീരിയസ് ആയിട്ട് എടുക്കുകയും അത്തരം വോട്ടുകളൊക്കെ മാറ്റി തോറ്റ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഈ 65 ലക്ഷം ആളുകളെയൊക്കെ ഒറ്റയടിക്ക് മാറ്റുക എന്ന് പറയുന്നത്, അതും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും ഇപ്പോൾ CIAയുടെ പരിധിയിൽ വരുന്നവരാണ് എന്നുള്ള ഒരു ആരോപണം ആണല്ലോ ഈ ശരിക്കും RSSും BJP ഉന്നയിക്കുന്നത്. അപ്പോൾ അതൊന്നും പരിശോധിക്കുന്നില്ല. അത് മുസ്ലിങ്ങളാണോ ആ പേര് പോലും കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്തത് ഇലക്ഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന്. അത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, അൺഫെയർ ആണ്, നാച്ചുറൽ ജസ്റ്റിസിനെതിരാണ്. ഒരു ആൾക്കാർക്ക് എന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുമ്പോൾ മിനിമം എനിക്ക് അറിയെങ്കിലും ചെയ്യണം. നോട്ടീസ് കൊടുക്കുക, നിങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയുന്ന ഒരു നോട്ടീസ് പോലും അയക്കാതെ ഇല്ലീഗലായിട്ട് 65 ലക്ഷം ആളുകളുടെ ആരുടെ താല്പര്യത്തിന് വേണ്ടി എന്നുള്ള ഈ ഇപ്പം തീവ്രമായിട്ടുള്ള ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം ബീഹാറിൽ നടത്തേണ്ട ഒരു കാര്യവും ഇപ്പം നിലവിലില്ല. അതായത് നിതീഷ് കുമാറിൻ്റെ ഒരു ആട്ടവുമായി ബന്ധപ്പെട്ടാണ് BJP കുറച്ചും കൂടി ഒരു സീരിയസ് ആയി നിതീഷ് കുമാറിനെ ഉപയോഗിച്ച് വീണ്ടും അധികാരത്തിൽ വരാനായിരുന്നല്ലോ തീരുമാനിച്ചത്. അപ്പോൾ അത് നടക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അടയാളങ്ങളാണ് ഇതെല്ലാം.